കത്തോലിക്ക വിശ്വാസ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് വേദപുസ്തകത്തെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. എന്നാൽ 1981 കാലഘട്ടത്തിൽ കത്തോലിക്ക സഭ അംഗീകരിക്കുകയും പിവോസി പബ്ലിഷ് ചെയ്യുകയും ചെയ്ത ഒരു സമ്പൂർണ്ണ ബൈബിൾ എനിക്ക് ലഭിക്കാനും ഞാനത് സ്വീകരിക്കാനും ഇടയായി. അതുവരെ ബൈബിൾ എന്നാൽ കുർബാനയിൽ ശുശ്രൂഷകനും സഹായിയും ചേർന്ന് ഉപയോഗിക്കുന്ന ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു പുസ്തകമെന്നല്ലാതെ ദൈവത്തിൻ്റെ വചനമെന്നോ അത് മനുഷ്യരുടെ ഇടയിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനാൽ നൽകി അറിയിച്ചതാണെന്നോ ഗ്രഹിക്കുവാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആധികാരികത എന്തെന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബൈബിളിൻ്റെ ആധികാരികത എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു എന്നതാണ് സത്യം. എന്നാൽ ഈ ബൈബിൾ എനിക്ക് ലഭിച്ച് അധികം താമസിയാതെ 1982 കാലഘട്ടത്തിൽ തന്നെ ഒരു ദൈവവചന ശുശ്രൂഷയിൽ വചനപ്രഘോഷത്തിൽ തന്നെ അവിടെ പ്രഘോഷിക്കപ്പെട്ട വചനം ഞാൻ കേൾക്കുകയും ആ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണിത് എന്ന് എനിക്ക് ഉറപ്പ് നൽകി എന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്ന് ഞാൻ കൃതജ്ഞതയോടെ ഏറ്റുപറയാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ കോളത്തിൽ ഒന്നും അറിയാതിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ലഭിച്ച ബൈബിൾ വായിക്കുന്നതിലും അത് പങ്കുവയ്ക്കുന്നതിലും എനിക്ക് ഉത്സാഹമുണ്ടായിരുന്നു. എങ്കിലും കാര്യമായ വളർച്ച ഈ വിഷയത്തിൽ എനിക്ക് വന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. ഈ തരുണത്തിൽ ഞാൻ ജനിച്ച് വളർന്ന പശ്ചാത്തലത്തിൽ വിശ്വാസക്രമം അനുസരിച്ച ഒരു ശുശ്രൂഷയിൽ, അതായത് ഒരു പെസഹ വ്യാഴാഴ്ച രാത്രി നടന്ന ആരാധനയിൽ എനിക്കും സഹോദരനും പങ്കുകൊള്ളുവാൻ ഇടവന്നു. എന്തിനെന്ന് ഞാൻ അറിയുന്നില്ല. അവിടെ ആ ശുശ്രൂഷ നയിച്ച പുരോഹിതൻ വേദപുസ്തകത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഒരു ഉദ്ധരണി 3 വാക്യങ്ങളിലൂടെ അവിടെ വെച്ചു എന്നും അത് വച്ചത് എനിക്ക് കേൾക്കാൻ ഇടയായി എന്നും ഞാൻ നിങ്ങളോട് പറയട്ടെ. ആ വചനഭാഗം ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2-ാം അധ്യായത്തിൽ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അത് നമുക്കിവിടെ വായിച്ചു കേൾക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ കടന്ന് കിത്തീം ദ്വീപുകളിൽ പോയി നോക്കൂ. ആമേൻ. ആളയച്ച് കേദാർ ദേശത്ത് അന്വേഷിക്കൂ. ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കൂ. ഏതെങ്കിലും ജനത തങ്ങളുടെ ദേവന്മാരെ മാറിയിട്ടുണ്ടോ? അവ വ്യാജദേവന്മാരായിരുന്നെങ്കിൽ തന്നെ. ആമേൻ. എന്നാൽ എന്റെ ജനം വ്യർത്ഥതയ്ക്ക് വേണ്ടി തങ്ങളുടെ മഹത്വം കൈവിടിഞ്ഞിരിക്കുന്നു. ആകാശങ്ങളെ ഭയന്ന് നടുങ്ങുവിൻ, സംഭ്രമിക്കുവിൻ, ഞെട്ടിവിറയ്ക്കുവിൻ. അതെ, കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം തന്നെ എന്ന് എൻ്റെ ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ ഇത് പര്യാപ്തമായിരുന്നു. അതിലെ 13-ാമത്തെ വാക്യം നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വായിക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചു. അവിടുന്ന് പറയുന്നു, എന്റെ ജനം 2 തിന്മകൾ പ്രവർത്തിച്ചിരിക്കുന്നു. ജീവജലത്തിന്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ജീവജലത്തിന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചിട്ട് ജലം നൽകാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ജീവന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് വ്യാജദേവന്മാര് ജീവനില്ലാത്ത ദൈവങ്ങളെ ആരാധിക്കുന്ന വഴി മാറിപ്പോയി അവർ ആരാധനയിൽ ദൈവഭക്തിയുടെ വിഷയത്തിൽ തെറ്റ് പ്രവർത്തിച്ചു. ജീവൻ നൽകാൻ കഴിയാത്ത, അതെ, ഉറവയായിരിക്കുന്ന കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഉറവയില്ലാത്ത പൊട്ടക്കിണറിൽ അന്വേഷണം നടത്തുന്നു.
പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തുതി. തുടർന്ന് ഏതാണ്ട് 1994 കാലഘട്ടം വരെ ദൈവവചനം പഠിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും അതിൽ ജീവദായകമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി കിട്ടി അനുഭവം പകർന്നു കൊടുക്കുന്നതിലും പകരുന്നതിലും എനിക്ക് വളരെയേറെ ഇടവന്നു എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പ്രഖ്യാപിക്കട്ടെ. നീണ്ട 10 വർഷക്കാലം യഥാർത്ഥത്തിൽ ദൈവവചനത്തെക്കുറിച്ച് ആധികാരികതയിൽ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചു എന്ന് ഞാൻ പ്രസ്താവിക്കുന്നു. 1994 കാലഘട്ടത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിലൂടെ കത്തോലിക്ക സഭയിലെ സമുന്നതരായ വൈദികരും ബൈബിളിനെക്കുറിച്ച് പാണ്ഡിത്യമുള്ള അൽമായ സഹോദരങ്ങളും തമ്മിൽ ഒരു തർക്കം നടക്കുന്ന വിഷയം ഞാൻ വായിക്കാനിടയായി. അവരുടെ തർക്ക വിഷയം മറ്റൊന്നുമായിരുന്നില്ല, കത്തോലിക്ക സഭയിൽ ഇന്നും പൗരോഹിത്യവും ബലിയും തുടരുന്നുവോ അതോ അത് കാലഹരണപ്പെട്ടു പോയോ എന്നതാണ്. പൗരോഹിത്യവും ബലിയും തുടരുന്നു എന്നും തങ്ങളതിൻ്റെ ശുശ്രൂഷകരാണെന്നും ബലിയർപ്പണത്തിന് നിയോഗിക്കപ്പെട്ട പുരോഹിതരാണെന്നും വൈദികരും, അല്ല അത് കാലഹരണപ്പെട്ടു പോയത് ക്രിസ്തുവിനോടുകൂടി നീങ്ങപ്പെട്ടു പോയത് എന്ന് പണ്ഡിതരായ അൽമായ സഹോദരങ്ങളും വീറോടെ വാദിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ ഏതാണ്ട് 4 കഴിഞ്ഞുപോയി. വാദപ്രതിവാദങ്ങൾ തുടരുകയല്ലാതെ വിരാമമിടാതെ ഇത് ആർക്കും ഗ്രഹിക്കാനോ അത് പൂർണ്ണതയിലെത്തിക്കാനോ കഴിയാത്ത വിധത്തിൽ തുടരുകയല്ലാതെ വിരാമമിട്ട് കാണാനിട വന്നില്ല. 3-4 മാസം തുടർച്ചയായി മാസികയിൽ ഞാനത് വായിക്കാനിടയായി. അതിനുശേഷം എൻ്റെ ഹൃദയത്തിൽ വെളിപ്പെട്ടത് കർത്താവ് എൻ്റെ ആത്മാവിൽ വെളിപ്പെടുത്തി തന്ന ദൈവഹിതമനുസരിച്ചുള്ള അറിവുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്ന വചനത്തിലൂടെ ഒരു ലേഖനമായി എഴുതി ചേർത്ത് ഞാൻ ആ മാസികയ്ക്ക് അയച്ചു കൊടുത്തു. ഏതാണ്ട് ആ കാലഘട്ടത്തിൽ തന്നെ തുടർന്ന് ഉണ്ടായ ആ അടുത്ത മാസത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കുവാനും ആ പ്രസിദ്ധീകരണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് അടുത്ത മാസികയുടെ പ്രസിദ്ധീകരണത്തിന് എനിക്കത് പരിശോധിക്കാനും ഇടവന്നു. എന്നാൽ ഈ സംവാദം പിന്നീട് തുടർന്നതായി കണ്ടില്ല. എൻ്റെ ഹൃദയത്തിന് സന്തോഷമായി. എന്തെന്നാൽ ഞാൻ മനസ്സിലാക്കിയത് അല്ല, ദൈവം എനിക്ക് തന്ന് ഞാൻ ഗ്രഹിച്ചത് ആയ വിഷയത്തിൽ ലോകത്തിലെ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന പലരും അത് അംഗീകരിച്ച് ആ സംവാദം നിർത്തിക്കളഞ്ഞു എന്ന് എനിക്ക് ആശ്വസിക്കാൻ ഇടവന്നു എന്ന് ഞാൻ സന്തോഷത്തോടു കൂടി പറയട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് അതിനെന്നെ ബലപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്.